ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. പാപത്തിൻ കന്മഷം മൂലം ദൂതർ സഞ്ചയം ശാപത്തിലായി. ആദരവിൽ ലേശമെന്നേ ശാപ മൃത്യുവിലേക്ക് പതിച്ചു. ആദരവിൽ ലേശമെന്നേ ശാപ മൃത്യുവിലേക്ക് പതിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. തലമുറക്കാലം ദൈവ സന്ദേശം തള്ളിയ ലോകം ഘോരപ്രളയ ജലത്തിൽ നാശ രക്തത്തിൽ തന്നെ നശിച്ചു. ഘോരപ്രളയ ജലത്തിൽ നാശ രക്തത്തിൽ തന്നെ നശിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം ജനമായി പോറ്റി ഈ കാലങ്ങളെല്ലാം നടത്തി. എങ്കിലും നന്ദിയിൽ ലേശം പോലും ഇല്ലാതെ നാഥനെ തള്ളി. എങ്കിലും നന്ദിയിൽ ലേശം പോലും ഇല്ലാതെ നാഥനെ തള്ളി. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സമൂഹമൊലിവിൻ ശാഖകൾ നാഥനോടിച്ചു. കാരുണ്യക്കടലായ താതൻ തന്റെ പദവീദാസനു തന്നു. കാരുണ്യക്കടലായ താതൻ തന്റെ പദവീദാസനു തന്നു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താതൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. കാൽവരി ക്രൂശോടു ചേർത്തു. എന്നെയും ഒട്ടിച്ചു ചേർത്തു. ആത്മഫലങ്ങൾ വിളയാൻ എന്നെന്നും പോറ്റുന്നു നാഥൻ. ആത്മഫലങ്ങൾ വിളയാൻ എന്നെന്നും പോറ്റുന്നു നാഥൻ. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-1 വെളിപ്പാട് 21-1.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ ആകാശം പുതിയ ഭൂമി എല്ലാം പുതുതാക്കുന്നു, പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പുതിയ വഴിയിൽ കൂടി നടക്കുന്നു, പുതിയ മനുഷ്യനായിത്തീരുന്നു, പുതിയ ആത്മാവ് പ്രാപിക്കുന്നു. എല്ലാം പുതുക്കം, എല്ലാം പുതുതായി തീരുക, സകലവും പുതുതാകും. സ്തോത്രം. നിങ്ങളുടെ വേഷങ്ങൾ പോലും പുതുതാകും. അതുകൊണ്ട് നിങ്ങൾ കളർ ഷർട്ട് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കാണാൻ ചന്തമുള്ള സാരി ഉടുക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്കതിലൊന്നും ഒരു പ്രത്യേക നിർബന്ധങ്ങളില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതായ വസ്ത്രധാരണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ സ്കേർട്ട്, അവരുടെ ബ്ലൗസ്, ഇപ്പോഴുള്ള പുതിയ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിധത്തിലായിരിക്കരുത്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അതിലേക്ക് ആകർഷണം വരുന്ന രീതിയിലായിരിക്കരുത് വേഷം, ഡ്രസ്സുകൾ. നിങ്ങൾക്ക് ചിലർക്ക് തോന്നും, ചെറുപ്പക്കാർക്ക് തോന്നും, യോനാ സാർ ഒരു പഴഞ്ചനാണ്, പണ്ടും അങ്ങനെയാണ്, ആളൊരു പഴഞ്ചനാണ്, നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ പറയാൻ എന്താ വെച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഈ പുതുതലമുറയുടെ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. തോന്നാം, പക്ഷേ തോന്നാം, എനിക്കറിയാം, തോന്നാം. ചിലരെല്ലാം വിളിച്ചിരിക്കുന്നുണ്ടാകും, ഓ കഷ്ടം, ഇയാളെ ഇങ്ങനത്തെ മനുഷ്യനായി പോയല്ലോ, ഇത്രയോ ഒരു പഴഞ്ചനായ മനുഷ്യൻ. ഞാൻ പറയാം, പഴഞ്ചനായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ശരീരം മറയ്ക്കാനുള്ളതായിരിക്കണം, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കരുത്. വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം, ഒരു ശ്രദ്ധിക്കണം. ആരെയും ആകർഷിക്കുന്ന വസ്ത്രങ്ങളല്ല, ശുഭ്രമായ വസ്ത്രങ്ങൾ. വെള്ള വസ്ത്രം വേണമെന്നില്ല, ഉള്ളത് വെടിപ്പായി കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ അതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വില കൂടിയ വസ്ത്രങ്ങളൊന്നും ആവണമെന്നില്ല, ഉള്ളത് ശുഭ്രമായിരിക്കണം, ഉള്ളത് കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ തേച്ചതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുതിയ വഴിയിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ ശക്തി ലഭിക്കും. പുതിയ ശക്തി, അടുത്തത് പുതിയ ശക്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-31, യെശയ്യാ 40:31 വായിക്കാം. യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പുതിയ ശക്തി പ്രാപിക്കും. യഹോവയെ കാത്തിരിക്കുന്ന പുതിയ ശക്തി പ്രാപിക്കും. പുതിയ ശക്തി ഏതായി? പുതിയ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരീക്ഷകളിലിരിക്കുന്നു, നിങ്ങൾ എഴുതുന്നു, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നിങ്ങൾ എഴുതി തുടങ്ങുന്നു. ഒരു ഭാഗത്ത് വന്നപ്പോഴേക്കും നിങ്ങൾക്ക് അത്ര പിടുത്തം കിട്ടുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. നാട്ടെ പിന്നെ ആവട്ടെ, നിങ്ങൾ മറ്റു ഭാഗങ്ങൾക്ക് എഴുതി കഴിഞ്ഞു, ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ കർത്താവേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. 10 മാർക്കൊരു ക്വസ്റ്റ്യനാണല്ലോ, 10 സബ് ഡിവിഷനുള്ള ക്വസ്റ്റ്യൻ, ഓരോന്നിനും ഓരോ മാർക്ക്, 10 മാർക്ക്. കർത്താവേ ഒന്ന് എൻ്റെ ബുദ്ധി കളിച്ച് തരണേ. ഓർമ്മ വരുന്നില്ല. എന്താണോ ഓർമ്മ വരുന്നില്ല? സ്തോത്രം. അപ്പോഴാണ് പരിശുദ്ധാത്മശക്തി പ്രവഹിക്കുന്നത്. പരിശുദ്ധാത്മശക്തി ബുദ്ധിയിലൂടെ പ്രവഹിക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങൾ അവിടെ ആൻസർ ചെയ്യും. എല്ലാം ശരിയായിരിക്കുന്നതിനും ഞാൻ പറഞ്ഞതല്ല. ഞാൻ MA പരീക്ഷയ്ക്ക് മഹാരാജ് കോളേജിൻ്റെ മെയിൻ ഹാളിലിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് പേപ്പറുണ്ട്. ഇത് സയൻസ് ഓഫ് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സ് പേപ്പർ, ഫിലോളജി എന്ന് പറയും. അത് മുഴുവൻ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഞാൻ മലയാളം MA, ഇംഗ്ലീഷാണ് എഴുതേണ്ടത്, ഇംഗ്ലീഷാണ് ആൻസർ ചെയ്യേണ്ടത്. പക്ഷേ അതിൽ ചില ഈ കെമിസ്ട്രിയിലെ പോലെ ചില ഇക്വേഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ റാന്തൽ, അത് എവിടുന്ന് വന്നു? റാന്തൽ, ലാൻഡൻ, റാന്തൽ
ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ വന്നു. അത് എങ്ങനെ വന്നു? ഓരോന്നിനും അതിന് ഫിലോളജിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 10 ഉണ്ട്. 10 ഓരോ മാർക്കുണ്ട്. 10 മാർക്ക് കിട്ടും. ഞാൻ ആ പേപ്പർ താഴെ വെച്ചു, പേനയും താഴെ വെച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ സോ യങ്, അന്ന് ഞാൻ വളരെ കുറച്ചനാണ്, കുറേ കുറവാണ്. എല്ലാം താഴെ വെച്ചിട്ട് ഞാൻ, കർത്താവേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, നീ കാണിച്ചു തരണമേ, ഞാൻ പറഞ്ഞു. സ്തോത്രം. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒടുവിലത്തെ ആ 10 മിനിറ്റിനുള്ളിൽ എല്ലാം എഴുതി. ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന ബുക്കിൽ നോക്കുമ്പോൾ എല്ലാം ശരി. സ്തോത്രം. എങ്ങനെ സാധിച്ചു? പരിശുദ്ധാത്മശക്തി. ഈ ആത്മശക്തി നമുക്ക് വേണം. ആത്മശക്തി ഞാൻ തികഞ്ഞതായി എന്നല്ല, പക്ഷേ പിള്ളേർക്ക് വേണ്ടി ഞാൻ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പറഞ്ഞതാണ്. നിങ്ങൾ പഠിക്കൂ. ആത്മശക്തി നിങ്ങൾ നയിക്കും. പരിശുദ്ധാത്മ നിങ്ങൾ നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹാലോചന വരുന്നു. എൻ്റെ കർത്താവ് ഇത് വേണോ വേണ്ടയോ, എന്നെ അറിയാൻ പാടില്ലല്ലോ. കർത്താവ് അപകടത്തിലാണോ പോകുന്നത്? കല്യാണം കഴിക്കാൻ വരുന്ന ചെറുപ്പക്കാരും വല്ല കുടിയനോറ്റി ആയിരിക്കുമോ? എൻ്റെ ദൈവമേ സൽസ്വഭാവി ആയിരിക്കുമോ? അതോ വേണ്ടാത്ത വല്ല വൃത്തികെട്ട ജീവിതമൊക്കെ ഉള്ള ആളായിരിക്കുമോ? എൻ്റെ കർത്താവ് എന്താ വേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ക്രിസ്തു സമർപ്പിച്ചതാണെങ്കിൽ പ്രാർത്ഥന കേൾക്കാൻ ജീവനുള്ള ക്രിസ്തു ഉണ്ട്. വിശ്വസിക്കൂ. നിങ്ങൾ ജീവിതം ക്രിസ്തുവിനെ ഏൽപ്പിച്ചതാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തു കേൾക്കും. ഉറപ്പാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം. ധൈര്യമായിട്ട് പോകാം. വിശ്വാസത്തോടെ പോകാം. കർത്താവ് തൊട്ട് നടത്തി തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-20 വാക്യം മുതൽ വായിക്കാം. യെശയ്യാ 30:20 മുതൽ തൊട്ട് നടത്തും. കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തും. ഓരോ വഴിയിൽ കൂടിയും എങ്ങനെയെല്ലാം പോകണമെന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തി തരും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ടെങ്കിൽ നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവായി ജീവനുള്ള ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുന്നതിനൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. സ്തോത്രം. എത്ര അനുഭവങ്ങളിലൂടെയാണ് കർത്താവിനെ നടത്തിയത്. ഓരോ ചുവടുവയ്ക്കാൻ കർത്താവിനെ നടത്തി. ഓരോ ചുവടുവെപ്പിലും എത്രത്തോളം നടത്തി, ഇന്ന് വരെ നടത്തി. സ്തോത്രം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുന്ന ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൽ പറയും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നടക്കുന്ന വഴിയല്ല, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ആത്മാവ് നേർനിലത്തിൽ നടത്തണമേ. നേർനിലത്തിൽ വ്യവസ്ഥയാക്കിയാ പറയുന്നു. നിൻ്റെ ആത്മാവ് നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ശരിയായ വഴിയിൽ കൂടി നടത്തണം. ശരിയായ വഴിയിൽ കൂടി പ്രാർത്ഥിക്കണം. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പറയണം, കർത്താവ് ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തന്നതല്ലേ. ചോദിക്കണം. തനിയെ ഇരുന്ന് ഇതൊക്കെ പറയാമല്ലോ, നിനക്ക് ചോദിക്കാമല്ലോ. വേറെ ആരും കേൾക്കണ്ട. എൻ്റെ ജീവിതം ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ. ഞാനിപ്പോഴൊരു സങ്കീർണമായ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നല്ലോ. എന്താ വേണ്ടത് കർത്താവേ? എനിക്കറിയാൻ വയ്യല്ലോ. ഏതാ തിരഞ്ഞെടുക്കേണ്ടത് എനിക്കറിയാൻ പാടില്ലല്ലോ. എനിക്കറിയാൻ വയ്യല്ലോ കർത്താവേ. ഞാൻ എന്നെ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചതാണല്ലോ. ശരിയായ വഴി കൂടി നടത്തണേ. പറഞ്ഞു നോക്കൂ, കാണാം നിങ്ങൾക്ക് ദൈവിക നടത്തിപ്പുകൾ കിട്ടുന്നത്. നേരിട്ട് കിട്ടും. നിങ്ങൾക്ക് നേരിട്ട് കിട്ടും. കാരണം ദൈവം സത്യത്തിൻ്റെ ദൈവമാണ്. അവൾ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പുതിയൊരാത്മാവ് നമുക്ക് തരികയാണ്. പുതിയ ആത്മാവ് പരിശുദ്ധാത്മാവ്. ഈ പുതിയ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നാം ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നു, പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലം നാം പുതുക്കം പ്രാപിക്കുന്നു. പുതിയൊരാത്മാവ്, പുതിയ സൃഷ്ടി, പുതിയ ആലോചനകൾ, പുതിയ നടത്തിപ്പ്. പുതിയ ആത്മാവിനെ കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ.
പുതിയൊരാത്മാവിനെ കിട്ടുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകുമലയെ പോലെ ചിറകടിച്ച് കയറുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാക്കി തുടങ്ങുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആത്മീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ആദ്യമുള്ള ആദ്യകാലം ബാല്യം ക്ഷീണിച്ചു പോകും. അപ്പോൾ ഒരു മാനസാന്തരം കിട്ടി, ഒരു കൂട്ടായ്മയിലൊക്കെ വന്നു തുടങ്ങി, ഒരു ക്ഷീണം തോന്നുന്നു. പിന്നെ അതുപോലെ ആദ്യമുള്ള ഉത്സാഹമില്ല, മങ്ങി പോകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ കുറേ കാലം വന്നു, നല്ല ഉത്സാഹമായി ഓടി നടന്നു, പാട്ട് പാടി, നല്ല അത്യുത്സാഹത്തോടെ നടന്നു, ആത്മീയ പ്രവർത്തനത്തിൽ വന്നു, സാക്ഷ്യം പറഞ്ഞു, ചോറുകൾ നടന്നു, യൗവനക്കാരായി. പ്രായമല്ല ആ പ്രവർത്തനത്തിൽ. യൗവനക്കാരോ ഇടറി വീഴും. ഏതെങ്കിലും ഒരു കല്ലിൽ തട്ടി ഇടറി വീഴും. ഏതെങ്കിലും കല്ല് വേണമെങ്കിൽ ആ പാട്ട് പാടുന്ന കൂട്ടത്തിൽ പ്രേമം കയറി വരികയാണ്, അതല്ലെങ്കിൽ ഒരു തന്നിഷ്ടം കയറി വരികയാണ്, അല്ലെങ്കിൽ അഹങ്കാരം കയറി വരികയാണ്, ഞാൻ വലിയ പാട്ടുകാരിയാണെന്നൊരു തോന്നൽ വരികയാണ്. അത് അപ്പോഴെല്ലാം ഇടറി വീഴും. യൗവനക്കാർ ഇടറി വീഴും. ഇടറി വീഴാം, എല്ലാവരും വീഴണമെന്നില്ല. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരോ ഇടറി വീഴും. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തി പുതുക്കി കിട്ടും. പുതിയ ശക്തി, പുതിയ ആത്മാവ്, പുതിയ കൃപ, പുതിയ ശക്തി. എന്നും പ്രാർത്ഥിക്കണം, ഇന്നത്തേക്ക് ഒരു പുതിയ ശക്തി തരണേ, പുതിയ കൃപ തരണേ. രാവിലെ ഇന്നും നിങ്ങൾ ഒരു ജോലിക്ക് പോകണോ, പ്രാർത്ഥിക്കണം, ഒരു പുതിയ ശക്തി തരണേ, പുതിയ കൃപ തരണേ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോളേജിൽ ആദ്യം കോളേജ് കയറിയ ആൾ മുതൽ എങ്ങനെയാണ്, പ്രിൻസിപ്പലായതിനു ശേഷം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയാൽ ആരോടും മിണ്ടില്ല. നേരെ എൻ്റെ റൂമിൽ ചെന്നിരുന്നിട്ട് ഞാൻ മേശ തുറന്ന് വേദപുസ്തകം എടുത്ത് അന്നത്തേക്കുള്ള വായന വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കോളേജ് മുഴുവൻ കോളേജും 165 സ്റ്റാഫും എല്ലാം, എല്ലാ ക്ലാസ് റൂമും എല്ലാം കർത്താവിനെ ഏൽപ്പിക്കും. കർത്താവ്, ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കണം. അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലങ്ങളിൽ ഞാൻ കോളേജ് ഭരിച്ചത്. സ്തോത്രം. എൻ്റെ ജീവിതമാകമാനം ഞാൻ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ്. ആ കൃപയില്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്, വെറും പൂജ്യമാണ്, വെറും കരിക്കട്ടയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ശരീരം ഇന്ന് ജീവനുള്ളതായിട്ട് നിൽക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഇന്നേക്ക് കൃത്യം 3 കൊല്ലം മുമ്പ് ഞാൻ തീർന്നു പോയി പോകേണ്ടതായിരുന്നല്ല, തീർന്നു പോയി. നേരെ നെഞ്ച് പിളർന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ ബോധരഹിതനായി കിടക്കുകയാണ്. അകത്തുനിന്ന് എല്ലാ ബ്ലഡ് വെയിൻസ്, ഈ രക്തധമനികളെല്ലാം എടുത്ത് ഒന്നായി ശോധന ചെയ്ത് അതിൽ ഒരു രക്തധമനിയിൽ നിന്ന് വേറെ രക്തധമനിയിലേക്ക് ഒരു ബൈപ്പാസ്, ഒരു പുതിയ രക്തധമനി, കാലിനടുത്ത് രക്തധമനി അവിടെ തുന്നിച്ചേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം മൂടിക്കെട്ടി മൂക്കിൽ 1, 2, 3, 4 ട്യൂബിട്ട് അങ്ങനെ കിടന്ന കിടപ്പ്. സ്തോത്രം. തിരികെ വരുമെന്ന് വിചാരിച്ചതല്ല, ഇല്ല. എഴുന്നേറ്റ് പോരുമെന്ന് വിചാരിച്ചതല്ല. സത്യം, എൻ്റെ ദൈവം എനിക്ക് ആയുസ് തന്നു. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. ആയുസ് തന്നു. ആയുസ് നീട്ടിത്തരും ദൈവം. ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അനന്തകൃപ, ദൈവകൃപയാൽ ആയുസ് പുതുക്കി തന്നു. പുതിയ ആയുസ് പുതുക്കി തന്നു. എത്ര കാലം എനിക്കറിയാൻ പാടില്ല. എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷം എനിക്കറിയാൻ വയ്യ. ഞാനൊന്നും കർത്താവിനോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതെല്ലാം കർത്താവിൻ്റെ കാര്യം. ഞാൻ ഒന്നും പറയില്ല. ഞാൻ കർത്താവിനോടൊന്നും ആ കാര്യം ചോദിക്കില്ല. കർത്താവേ, നിൻ്റേത് ഞാൻ, മുഴുവൻ നിൻ്റേത്, മുഴുവൻ ഞാൻ നിൻ്റേത്. ഈ ശരീരം നിൻ്റേത്, ഈ പ്രാണൻ നിൻ്റേത്, എൻ്റെ ആയുസ് നിൻ്റേത്, എൻ്റെ കുടുംബം നിൻ്റേത്, കർത്താവേ, എൻ്റെ മക്കൾ നിൻ്റേത്, എൻ്റെ ഭാവി നിൻ്റേത്, എല്ലാം എവരിതിങ് ലെഫ്റ്റ് യു. കർത്താവേ, മുഴുവൻ തന്നിരിക്കുന്നു, എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു, സമാധാനമായി ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ കാണുന്നു. ഞാൻ ഇന്ന് പുഞ്ചിരിയോടെ നിങ്ങളുടെ നേരെ നോക്കുന്നു. നിങ്ങളെക്കുറിച്ച് എനിക്ക് ആർദ്രതയുണ്ട്, എനിക്ക് അലിവുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് സ്നേഹമുണ്ട്. വെറുതെ പറയുന്നതല്ല, ഇത് ചുമ്മാ പറയുന്നതല്ല.
അറിയുന്തോറും കൂട്ടായ്മ എഴുതുന്നവരെ കുറിച്ച് എനിക്ക് യാതൊരു വർദ്ധിക്കുന്നു. ദൈവം പറഞ്ഞിട്ടല്ലാതെ വരുന്നില്ല. ദൈവം പറഞ്ഞിട്ടല്ലാതെ ആരും വരികയില്ല. ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉടയപുരം പറഞ്ഞു വിട്ടിട്ടേ വരികയുള്ളൂ, ഉറപ്പാണ്. എത്രയോ പേര് അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മയിലേക്ക് വരാൻ നിങ്ങൾക്ക് തോന്നി. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദയാദൃഷ്ടി വിദ്വാന്മാർ നടത്തിയതുപോലെ നടത്തിക്കൊണ്ടു വന്നതാണ്. വിദ്വാൻമാർ നടത്തിക്കൊണ്ടു വന്നതുപോലെ നിങ്ങളെയും നടത്തിക്കൊണ്ടു വന്നു ഈ സത്യ കൂട്ടായ്മയിലേക്ക്, വിശുദ്ധ കൂട്ടായ്മയിലേക്ക്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നടത്തുന്നൊരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കൂ. കൊടുക്കൂ, അങ്ങോട്ട് മുഴുവൻ ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കൂ. അതാവേ, നീ എൻ്റേതല്ല, ഞാൻ നിൻ്റേതാണ്. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യേശു, ഇനി ഞാൻ എൻ്റേതല്ല, ഇനി ഞാൻ നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. സ്വന്തം കാര്യപരിപാടിയില്ല, സ്വന്തം പദ്ധതിയില്ല, സ്വന്തം പ്ലാനില്ല, സ്വന്തം ആഗ്രഹമില്ല, സ്വന്തം ഇഷ്ടമില്ല, സ്വന്തം താല്പര്യങ്ങളില്ല. കർത്താവ് എല്ലാം, എവരിതിങ് എല്ലാം നിങ്ങളിലേക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആത്മാവ് നടത്തുന്നത്. ആത്മാവ് നടത്തും നിങ്ങൾ നടത്തും, പരിശുദ്ധാത്മാവ് നടത്തും. നിങ്ങൾ ഭാഗ്യശാലികളായി തീരും. നിങ്ങളാരും സഭ മാറണ്ട, ആര് സമുദായം മാറണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വിശുദ്ധ ദൈവവചനം വിശ്വസിച്ച്, ഈ വേദപുസ്തകം വിശ്വസിച്ച്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശിച്ച രക്തത്തിൽ ആശ്രയിച്ച്, നിങ്ങൾ പാവമേറ്റു ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് വന്നാൽ ക്രിസ്തു നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾ പുതിയ സൃഷ്ടിയായിത്തീരും, പുതിയ മനുഷ്യനായിത്തീരും. പുതിയ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കും, പുതിയ കൃപ നിങ്ങൾ ലഭിക്കും, പുതിയ വഴിയിൽ കൂടി നിങ്ങൾ ലഭിക്കും, പുതിയ ഹൃദയം നിങ്ങൾ ലഭിക്കും. നിങ്ങൾ പുതുതായിത്തീരും. കണ്ടാൽ ഞാൻ സകല പുതുതാക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. നടത്തിപ്പ്, ദൈവ നടത്തിപ്പ്, പുതുതാക്കുന്ന ക്രിസ്തു, സകലവും പുതുതാക്കുന്ന ക്രിസ്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. സകലവും പുതുതാക്കുന്ന ക്രിസ്തു. മക്കളെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഭാഗ്യശാലികളാണ്. ജീവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നതിന് പ്രകാരം നിങ്ങൾ പുതുതായി തീർന്നാൽ നിങ്ങൾ ഭാഗ്യശാലിയായി തീരും. ഒരു നാൾ കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ, കർത്താവിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ, കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ, പ്രധാനനായ മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, അപ്പോൾ ആ വലിയൊരു ഉച്ചസ്ഥായിയായ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരീരം മാറുന്നു. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരം മാറുന്നു, പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നു, പറക്കുന്നു. കുറേ പേരെ കാണാനില്ല. ഫിലിസ്തീൻ പത്രത്തിൽ കാണും, വലിയൊരു സംഭവം നടന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കുറേ ആളുകളെ കാണാതായിരിക്കുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു വലിയ ഭൂകമ്പം പോലെ എന്തോ തോന്നി, വലിയ ശബ്ദമെല്ലാം ഉണ്ടായി, വലിയ മുഴക്കമുണ്ടായി. കുറേ പേര് കാണുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. ഡെഡ് ബോഡി കാണുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് യൂറോപ്പിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നു. ഇവിടെ കുറേ ആളുകൾ കാണാതായിരിക്കുന്നു, കാണുന്നില്ല, എവിടെ പോയി അറിയാൻ പാടില്ല. ഒരു ശബ്ദം കേട്ടു, കോലാഹലം കേട്ടു, കാണുന്നില്ല. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും റിപ്പോർട്ട് വരുന്നു. അവിടെയും പത്രങ്ങളിലെല്ലാം വലിയ നൽകട്ട്, ചിലരെ കാണാനില്ല, ചിലരെ കാണുന്നില്ല. ഓസ്ട്രേലിയയിൽ നിന്ന്, ന്യൂസിലൻഡിൽ നിന്ന് തലക്കെട്ട്, ഇവിടെയും ചിലരെ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. എല്ലാം ലോകത്തെമ്പാടും കാണുന്നില്ല. പത്രങ്ങളെല്ലാം വലിയ അക്ഷരത്തിൽ ചിലരെ കാണുന്നില്ല. എങ്ങോട്ട് പോയി? ശരീരം മാറിപ്പോയി, ശരീരം രൂപാന്തരപ്പെട്ടു, അവർ പറന്നു. ഈ ശരീരം, മണ്ണിലേക്ക് ആകർഷണമുള്ള ശരീരം, അത് വിട്ടു വിണ്ണിലേക്ക് ആകർഷണമുള്ള ആത്മീയ ശരീരം പ്രാപിച്ചു. അങ്ങ് പറന്ന് ഉല്ലസിക്കുന്നു, അങ്ങ് പറക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തേരിൽ പറന്നുയരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിയുടെ തേരിൽ പറന്നുയരുന്നു. ആ പരിശുദ്ധാത്മാ തേരിൽ പറന്നുയരുന്ന വിശുദ്ധന്മാർ, അവർ വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുള്ളൂ. അല്ലാത്തവരെല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരിയിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി ഉപേക്ഷിക്കും, മറ്റുള്ള സ്വീകരിക്കും. രണ്ടായി തിരിയും. ചിലർ ഭൂമിയിലുണ്ടായിരിക്കും, അവർ ഉപേക്ഷിക്കപ്പെട്ടു, മറ്റുള്ളവരോ പറന്നു പോകും. സ്നേഹിതരെ, നിങ്ങൾ പറന്നു പോകാൻ ഒരുങ്ങിയോ? എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ ആകാശമേഘങ്ങളിലൂടെ പറന്നു പോകാൻ ഒരുങ്ങിയോ? രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് ആത്മശരീരം പ്രാപിച്ച്, പുതുശരീരം പ്രാപിച്ച് പറക്കാൻ ഒരുങ്ങിയോ? പുതിയ വഴിയിൽ കൂടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോകാൻ കർത്താവ് വരുന്നു. പുതിയ ആത്മാവ് നിങ്ങൾക്ക് തരുന്നു, പുതിയ ശക്തി നിങ്ങൾക്ക് തരുന്നു, പുതിയ കർമ്മ നിങ്ങൾക്ക് തരുന്നു, പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു, പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു, പുതിയ ഹൃദയം തരുന്നു. എല്ലാം കണ്ടാലും സകലവും പുതുതാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുതാക്കാൻ ആഗ്രഹമുണ്ടോ?
ഉണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പുതുതാകാൻ? ആഗ്രഹമുണ്ടോ? പുതുക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ അതിനുള്ള സമയമാണ്. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക ഇത് താൻ. ഹല്ലേലൂയ. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക ഇത് താൻ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം, യാചിക്കാം. കർത്താവേ, എന്നെ പുതുതാക്കണമേ, മുഴുവനായി പുതുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് മുതൽ പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹിക്കുന്നവരാരെല്ലാം ഉണ്ട്? ഇന്ന് മുതൽ പുതിയ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉണ്ട്? ഇന്ന് മുതൽ പുതിയ വഴിയിൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ഇന്ന് മുതൽ പുതിയ ജീവിതം നയിക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നത്, പുതിയ ആത്മാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ട്? അവർ മാത്രം ഏറ്റു പറയട്ടെ. ഞാൻ പറഞ്ഞു തരാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ പുതുതാക്കണമേ. ഞാനിപ്പോൾ എന്നെ തന്നെ മറന്ന് അവിടുത്തെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. ദേഹവും എന്റെ ദേഹിയും ആത്മാവും തിരുമുമ്പാകെ ഏൽപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ. കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നെ കഴുകണമേ. യേശുവേ, അവിടുന്ന് വീണ്ടും വരുമ്പോൾ എന്നെ സ്വീകരിക്കണമേ. എന്റെ രണ്ടാമത്തെ വരവിൽ ചിറകടിച്ച് പറന്നു വരുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ പ്രിയമക്കൾ തീരുമാനമെടുത്തതും കൈ ഉയർത്തിയതെല്ലാം അവിടുന്ന് കാണുന്നുവല്ല കർത്താവേ. ഈ മക്കളെ അവിടെ നിന്ന് വാഴ്ത്തണം, ഈ മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ. നീറിപ്പോകുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം പകരണമേ. മനസ്സ് നൊന്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. കുടുംബസമാധാനം പോയവർക്ക് കുടുംബസമാധാനം നൽകണമേ. ഭാവിയെക്കുറിച്ച് ഇരുളടഞ്ഞ രീതിയിലിരിക്കുന്നവർക്ക് ഭാവി പ്രകാശമാനമാക്കി കൊടുക്കണമേ. അനുഗ്രഹം പകരണമേ, കാത്തുകൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.